അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു നാടിൽ നടന്ന ഒരു സംഭവമാണ്. നാടിൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയുന്ന പേരാണ്. പിന്നെ അവിടുത്തെ ഇമാമിനെയും നിങ്ങൾക്കറിയാം. അപ്പം ആദ്യം ഇമാമിൻ്റെ പേരും അതുപോലെ നാടിൻ്റെ പേരൊന്നും പറയുന്നില്ല. കാര്യം ഗൗരവമുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കി ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ആ നാട് ഏതാണെന്നും ആ ഉസ്താദിൻ്റെ പേര് ഇൻഷാ അല്ലാഹ് കൃത്യമായി പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം ഞാൻ എന്തിന് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ കാലഘട്ടത്ത് ഇത് വളരെ അനിവാര്യമായി തോന്നുകയാണ്. മസ്അല ചോദിക്കാൻ വേണ്ടി വളരെ മനോഹരമായ ഫർദൊക്കെ ധരിച്ച് സുന്ദരിയായൊരു പെൺകുട്ടിയാണ് പള്ളിയുടെ ഇമാമിൻ്റെ അരികിൽ വരുന്നത്. ആരും ആ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ തോറ്റുപോകും. ശൈത്താനുള്ള ശരീരമാണല്ലോ. ഉസ്താദന്മാർ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിറങ്ങിയ മലക്കുകളൊന്നുമല്ല. സംഭവിക്കാം, ഉസ്താദന്മാരെന്നങ്ങനെ സംഭവിച്ചാൽ അത് ഭയങ്കര കൊട്ടിഘോഷിക്കാൻ അതിനായി ചില ആളുകളുണ്ടാവും. പിന്നെ എവിടെയും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു റോഡിലിരിക്കുമ്പോൾ, എന്താ മുയ്യ നാട്ടിലെന്തോ ഒന്ന് സംഭവം ഉണ്ടായല്ലേ നിങ്ങളുടെ നാട്ടിൽ മറ്റെന്തോ സംഭവിച്ചല്ല, അതെന്താ സംഭവം? ഇയാളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും, ആ നാടും അറിഞ്ഞിട്ടുണ്ടാവും, നാടിൻ്റെ പേരും എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. വീണ്ടും ഒരു ചോദ്യമാണ്, സദസ്സിലൊന്നും എല്ലാവർക്കും അറിയട്ടെ, നമ്മൾ മാത്രമല്ല ഉസ്താദന്മാരും ഉണ്ട് ഈ കളിയിൽ എന്ന രീതിയിലൊക്കെ ആളുകളിലേക്ക് മെസ്സേജ് എത്തിപ്പിക്കാൻ വേണ്ടി ഈ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഈ പള്ളി കേട്ടാലും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. സംഭവം നടന്നത് ഇങ്ങനെയാണ്. മസ്അല ചോദിക്കാൻ വേണ്ടിയാണ് ഉസ്താദിൻ്റെ അരികിൽ പോകുന്നത്. പള്ളിയുടെ ഇമാമാണ്. മസ്അല ചോദിക്കാൻ വന്ന ഏതൊരു സ്ത്രീ, അങ്ങനെയാണല്ലോ ഇബ്ലീസിൻ്റെ ചതിവ് അങ്ങനെയാണ്. ഇബ്ലീസൊക്കെ ഒരു നാട്ടിലൊരു ഫിത്ന നടത്തണമെന്ന് ഇബ്ലീസ് ആഗ്രഹിച്ചാൽ ആ നാട്ടിൽ ഏറ്റവും സ്വാധീനീകരിക്കാൻ പറ്റുന്ന കോലത്തിലായിരിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകുമ്പോൾ നേതാവിൻ്റെ കോലത്തിലാണ് പോയത്. എന്താ തീരുമാനം ഇങ്ങനൊരു മുഹമ്മദ് വന്നിട്ടുണ്ട്, കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്, നമ്മുടെ ദൈവങ്ങളെല്ലാം ആരോപിക്കുന്നുണ്ട്, ഒരു ദൈവമാണെന്ന് പറയുന്നുണ്ട്, നാട്ടിൽ അത്ര വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ, എന്നാൽ നല്ലൊരു തീരുമാനം നമുക്ക് എടുക്കണം. അങ്ങനെ പലരും പല തീരുമാനത്തിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് വ്യാജനാണെന്നും സാഹിറാണെന്നും കവിയാണെന്നും മാരണം ചെയ്യുന്നവനാണെന്നും എന്തെങ്കിലും ഒരു പ്രചരണം ജനങ്ങളുടെ മുമ്പിൽ കൊടന്നു വന്ന് ആ രീതിയിൽ മുദ്ര കുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താമെന്നുള്ള തീരുമാനം എത്തുമ്പോൾ ഇബ്ലീസ് ആ നേതാക്കളുടെ കൂട്ടത്തിൽ വലിയ ഒരാളായിട്ട് പറയാം, ഇത്രയെല്ലാം കുഴപ്പമുണ്ടാക്കിയ മുഹമ്മദിനെ അതൊന്നും ചെയ്താൽ പറ്റൂല, കൊന്നുകളയുക എന്നല്ലാതെ മറ്റൊരു തീരുമാനം അവിടെ ഇല്ല. അങ്ങനെയാണ് നമ്മൾ രഞ്ജിക്കാൻ വേണ്ടി നമ്മുടെ അരികിൽ വരുന്നത് നാം ഏറ്റവും സ്വാധീനിക്കുന്നവരെ കോലത്തിലായിരിക്കും ഇബ്ലീസ് വരുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഈ സഹോദരിക്കറിയാം, ഉസ്താദിനെ വഞ്ചിക്കണമെങ്കിൽ നല്ല മനോഹരമായ ഫർദായിട്ട് പോയാലേ ഉസ്താദൊന്ന് നോക്കുകയുള്ളൂ. നല്ല ദീനിയായ പെണ്ണാണല്ലോ എന്ന രീതിയിലല്ലേ ഉസ്താദ് കാണുകയുള്ളൂ. ആ രീതി തന്നെ ഈ പെൺകുട്ടി സ്വീകരിച്ച് നേരം ഉസ്താദിൻ്റെ അരികിൽ പോയി ചില അത്യാവശ്യമായ മസ്അലകൾ ചോദിച്ചു. ഉസ്താദ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ പെൺകുട്ടി പിന്നാലെ പോകുന്നുണ്ട്. മസ്അലകൾ ചോദിക്കുക, എങ്ങനെ ചോദിച്ച് ആരുമില്ലാത്ത സ്ഥലത്തേക്ക് എത്തിയപ്പോൾ തൻ്റെ ആ മനോഹരമായ മുഖം ആ ഫർദ ഇങ്ങനെ ഒന്ന് നീക്കിയ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു സൗന്ദര്യത്തിൻ്റെ തുടിപ്പാണ്. ആ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ ആരും വീണു പോകും, അത്രയും സൗന്ദര്യമാണ്. പെണ്ണ് പറഞ്ഞു, ഞാൻ മസാല ചോദിക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ മസാല ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ റൂം ഇന്നാലിന്ന സ്ഥലത്താണ്, ഇന്ന ഹോട്ടലിലാണ്, അല്ലെങ്കിൽ ഇന്ന
സ്ഥലത്താണ് ഞാനുള്ളത്. അവിടെ വന്നാൽ ശരിക്കും മസ്അലകൾ പറഞ്ഞു തരാം. ഏതൊരാളും പറഞ്ഞു പോകും. കാരണം ഇബ്ലീസുള്ള ശരീരമാണ്, ആരായാലും കുടുങ്ങിപ്പോകും. അങ്ങനെ ഉസ്താദ് പെൺകുട്ടിയോട് പറഞ്ഞു, നിൻ്റെ ഈ ആഗ്രഹങ്ങളെല്ലാം തീർക്കാം. ഇതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ഈ പെൺകുട്ടിയെ ആ ഉസ്താദിൻ്റെ അരികിൽ അയക്കുന്നത് ഭർത്താവാണ്. ഭർത്താവ് പിന്നെ കുടുങ്ങി അയച്ചിട്ട്. അതാണ് ഇതിലേറ്റവും അത്ഭുതം. ഭർത്താവ് പിന്നെ പറഞ്ഞ്, ഖത്തീബ് എന്താണ് ചെയ്തത്, ഈ ഇമാം എന്താണ് ചെയ്തത്, ഞാൻ നശിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. അയാൾ തന്നെ അവസാനം ജീവിതം മടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അത്രയും വശീകരിക്കുന്ന എന്ത് ശക്തിയാണ് അയാളുണ്ടായത് എന്ന് അത്ഭുതപ്പെട്ടു പോയി. ഉസ്താദ് നേരെ പെൺകുട്ടിയോട് പറഞ്ഞു. പെൺകുട്ടി പറയാണ്, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നിങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, യഥാർത്ഥത്തിൽ മസ്അല ചോദിക്കാൻ വേണ്ടിയല്ല വന്നത് എന്ന്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്നാൽ 2-3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, വളരെ കൃത്യമായി സത്യസന്ധമായി മറുപടി പറയണം, എന്നാൽ നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് തരാം. എന്താഗ്രഹം, എന്ത് ചോദ്യമാണ് ചോദിക്കുക, വളരെ സത്യസന്ധമായി തന്നെ ഞാൻ മറുപടി പറയുമെന്ന് പറഞ്ഞു. നിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ, നിൻ്റെ റൂഹ് പഠിക്കാൻ മലക്ക് നിൻ്റെ മുമ്പിൽ വരുന്ന സമയത്ത് നീ പറയുമോ എന്ന് ചോദിച്ചു. അല്ലാഹുമ്മ ലാ, ഇല്ല ഒരിക്കലും പറയൂല എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, അതല്ല മുൻകർ നക്കീർ ഖബറിൽ നിന്നോട് ചോദ്യം ചോദിക്കുന്ന സമയത്താണ് നീ ഈ ചോദ്യം എന്നോട് ചോദിക്കുമെന്ന് ചോദിച്ചു, ആഗ്രഹം പൂർത്തീകരിക്കാൻ. അപ്പോഴും ആ പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടി പറഞ്ഞു, ഇല്ല. ഈ സംഭവം നടക്കുന്നത് പരിശുദ്ധമായ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്ന, അള്ളാഹ് മരിക്കുന്നതിൻ്റെ മുമ്പിൽ ഒരു പ്രാവശ്യമെങ്കിൽ അള്ളാഹ് ഒന്ന് ആ പരിശുദ്ധ നാട് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധമായ മക്ക ഷരീഫ്, പരിശുദ്ധമായ കഅബ നിലകൊള്ളുന്ന ആ പുണ്യഭൂമിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് കിതാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. അപ്പോൾ ഓരോ ചോദ്യത്തിന് ഈ പെൺകുട്ടി, ആ ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പെൺകുട്ടി കണ്ണാടിയുള്ള മുമ്പിൽ ഇങ്ങനെ തൻ്റെ മുഖം നോക്കുന്നുണ്ട്, മനോഹരമായ മുഖം കാണുന്നുണ്ട്. മുഖം നോക്കിയിട്ട് പെൺകുട്ടി പറഞ്ഞു, എന്ത് സൗന്ദര്യമാണ്, ഇത്ര ഒരു സൗന്ദര്യം ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഈ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ ഏതൊരു പുരുഷനും കുടുങ്ങിപ്പോകും, അത്രയും സൗന്ദര്യമാണല്ലോ എനിക്കുള്ളതെന്ന്. അപ്പോൾ പറഞ്ഞു, ഇല്ല. കുടുങ്ങാത്ത ഏതെങ്കിലും ഒരാളുണ്ടോ എന്ന് ചോദിച്ചു. ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞു. ആരാണ്? നമ്മുടെ പള്ളിയുടെ ഇമാം ആരാണ്? ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. എൻ്റെ സൗന്ദര്യത്തിനൊന്നും കുടുങ്ങൂല എന്ന് പറഞ്ഞു. ഒന്നാൽ നിങ്ങൾ പെർമിഷൻ തരുകയാണെങ്കിൽ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഭർത്താവിൻ്റെ പെർമിഷനോട് കൂടിയാണ് ആ പെൺകുട്ടി നേരെ ആ ഇമാമിൻ്റെ അരികിൽ, ബഹുമാനപ്പെട്ട ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിൻ്റെ അരികിൽ വരുന്നത്. ഇത് കേട്ടപ്പോൾ ആ പെൺകുട്ടി അത്ഭുതപ്പെട്ടു. ഓരോ ചോദ്യങ്ങളാണ്. മലക്ക് റൂഹ് പിടിക്കുന്ന സമയത്ത്, ഖബറിലാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തിക്ക് നീ എന്നോട് ചോദിക്കുമോന്ന് ചോദിക്കും. ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. ആ പെൺകുട്ടി നേരെ വീട്ടിലേക്ക് പോയി. ഭർത്താവ് ചോദിച്ചു, മോളെ നിൻ്റെ ലൈനിൽ എങ്ങനെ നമ്മളെ ഇമാമ് വീണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനും നിങ്ങളും വല്ലാത്തൊരു ലോകത്തിലാണുള്ളത്. അതിൻ്റെ ശേഷം ആ പെൺകുട്ടിക്ക് പിന്നെ ഭർത്താവിനെ വേണ്ട, ഇബാദത്താണ്, നിസ്കാരമാണ്, നോമ്പാണ്. പിന്നെ ഭർത്താവ് തന്നെ കുടുങ്ങിപ്പോയി. എന്താണ് ഉബൈദ് ഇബ്നു ഉമൈർ എൻ്റെ പെണ്ണിൽ എന്ത് സ്വാധീനമാണ് നടത്തിയത്, ഇപ്പോൾ എനിക്ക് പോലും എൻ്റെ ഭാര്യയെ കിട്ടുന്നില്ലല്ലോ, അല്ലാഹുവിനങ്ങ് ലയിച്ചു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, നമ്മെ ചതിക്കാൻ പല വിധത്തിൽ വരും. നാം ഇവിടെ സ്വർഗം പണിയാൻ വേണ്ടി വന്നവരല്ല. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ ഭൂമിയിൽ സ്വർഗം പണിയാൻ വന്നവരല്ല. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി വന്നവരാണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾക്കൊക്കെ ഒറ്റ സെക്കൻഡിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ
നിങ്ങൾക്ക് ഇതാ ഈ സമയം അള്ളാഹു സ്വർഗം നൽകാൻ പോകേണ്ട ചെറിയ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ മൊബൈലൊന്ന് എടുക്കുക, അതിൽ വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റോ എന്താണോ എടുത്തിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ പലതും ഉണ്ടെങ്കിൽ നേരെ എടുത്ത് അതൊന്ന് ബ്ലോക്ക് ചെയ്യുക. എന്നിട്ട് പറയാം, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്ന ആളാണ്, ഇതുകൊണ്ട് ഇനി മുമ്പ് നിൻ്റെ ശല്യം എനിക്കുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് ഹർഷിൻ്റെ നിഴൽ ഉണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ ചതിയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഗഫൂറും ഗഫാറുമാണ്. അള്ളാഹു എല്ലാം പൊറുത്തു തരട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കട്ടെ. ഇനി മുതൽ ഞാൻ അങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് കടക്കില്ല എന്നുള്ള ഒറ്റ തീരുമാനം എടുത്താൽ മതി, രക്ഷപ്പെടുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.